താമസിക്കുന്ന കുടുംബങ്ങൾ സ്വയം ഒഴിയുന്നതിനുള്ള സമ്മതപത്രം വനം വകുപ്പിന് കൈമാറി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ കനിയാത്തതിനാൽ ദുരിതവും പേറി കഴിയുകയാണ് ഡാലികരിക്കം ഡീസന്റ് ഡാലി നിവാസികൾ. 34 കുടുംബങ്ങളാണ് വനം വകുപ്പിന്റെ അനാസ്ഥയിൽ കാടിനുള്ളിൽ ദുരിതമനുഭവിക്കുന്നത്. KFP വഴി നടപ്പിലാക്കുന്ന പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് 15 ലക്ഷം ലഭിക്കുമെന്ന പ്രഖ്യാപനവുമായാണ് വനം വകുപ്പ് കുടുംബങ്ങളിൽ നിന്നും രേഖകൾ ഒപ്പിട്ട് ശേഖരിച്ചത്. സമീപത്ത് മറ്റു കോളനികൾക്കെല്ലാം പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കിയെങ്കിലും ഇവിടെ വനം വകുപ്പിന്റെ മെല്ലെ പോക്കാണ് നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ 8-ാം വാർഡിൽ മാത്രക്കരിക്കവും വട്ടക്കരിക്കവും ഡാലിക്കരിക്കവും 3 ചതുപ്പുകൾ 1/2 കിലോമീറ്റർ വ്യത്യാസത്തിൽ കിടക്കുന്ന 3 ചതുപ്പുകളാണ്. അതിൽ 2 ചതുപ്പുകൾ ഒഴിപ്പിക്കുകയും ഡാലി ചതുപ്പിൽ ഏറ്റവും കൂടുതൽ ആൾ താമസിക്കുന്ന ചതുപ്പിനെ ഒഴിവാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കാരണം വൻകിട മുതലാളിമാർക്ക് പൈസ കൊടുത്തു അവർ ഒഴിഞ്ഞു പോവുകയും ഇവിടെ കിടക്കുന്ന 5, 4, 10 സെൻറ്റ് കിടക്കുന്ന ഈ പാവങ്ങളെ ഇവിടെ ഇട്ടേക്കുകയും ചെയ്യുകയാണ്. കാരണം പതിഞ്ഞ വസ്തുക്കളാണ് എല്ലാവരുടെയും കൈവശമുള്ളത്. താലൂക്കുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ താലൂക്കിൽ പട്ടയം കിട്ടുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്ന് പട്ടയം നഷ്ടപ്പെട്ടു പോയിട്ട് എത്രയെങ്കിലും നാളുകളായതാണ്. ഇതിൻ്റെ പകർപ്പ് തരേണ്ടത് താലൂക്കുകാരാണ്. ആ താലൂക്കുകാർ 4-5 കൊല്ലം 3 വർഷം കൊണ്ട് നമ്മൾ അപേക്ഷ കൊടുത്തു മടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ നവകേരള സദസ്സിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ തീരുമാനം കൊല്ലത്തു നിന്നും വന്ന് താലൂക്ക് വരെ എത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഒരു നടപടിയും വന്നിട്ടില്ല. സമീപ കോളനിക്കാരെല്ലാം ഒഴിഞ്ഞുപോയി തുടങ്ങിയതോടെ അവശേഷിക്കുന്നവർ കാട്ടുമൃഗങ്ങളുടെ നിരന്തര ശല്യത്താൽ ജീവിതം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇവിടുത്തെ ഭൂമികൾക്കെല്ലാം 1966 സർക്കാർ പട്ടയം അനുവദിക്കുകയും കാലങ്ങളായി കൈവശം വെച്ചനുഭവിച്ച് കുളത്തൂപ്പുഴ വില്ലേജിൽ കരം ഒടുക്കി വരുന്നതുമാണ്. എന്നാൽ വനം വകുപ്പ് ആവശ്യപ്പെടുന്ന പട്ടയപ്പകർപ്പ് നൽകാൻ റവന്യൂ അധികൃതർ തയ്യാറാകാത്തതാണ് പദ്ധതി നീളാൻ ഇടയാക്കുന്നത്. ഇതോടെ നാട്ടുകാർ സംഘടിച്ച പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ എഗ്രിമെന്റ് പേപ്പർ വരെ പത്രം മേടിച്ചു കൊടുത്ത് 200 രൂപ പത്രം മേടിച്ചു കൊടുത്ത് ഞാൻ എഗ്രിമെന്റ് പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഒപ്പിട്ട് കൊടുത്തതാണ്. അത് ഇതുവരെ ആയിട്ടും അതുപോലും ഇല്ലാതെ ഇരിക്കുവാണ്. നേരെ ഇരുട്ടി ഇറങ്ങി പോകാൻ നിവർത്തിയില്ല. ആന വഴി 4 മണിക്ക് കയറി വന്ന ആന ശല്യം കാരണം ഞാൻ വന്നപ്പോൾ ആറ്റിന്റെ അവിടെ നിൽക്കുന്നു. ഇതിന് ഞാൻ തിരിച്ച് റോഡിൽ പോയിട്ട് ആളിനെയും കൂട്ടിയാണ് തിരിച്ച് വീട്ടിൽ വന്നത്. ഈ 3 കിലോമീറ്റർ കാട്ടിനകത്തൂടെയാണ് തറ വരുന്നത്. എന്താണ് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ ചെന്ന് റേഞ്ച് ഹൗസിൽ ചെന്ന് നമ്മൾ പരാതി പറയും നിങ്ങൾ നേരെ മേലെ പോയി മേലെവിടെയെന്ന് നമുക്ക് അറിയത്തില്ല സാറേ, നമുക്ക് മേലറിയത്തില്ല. നമ്മളെ നിങ്ങൾ മേലിൽ പോയി, നിങ്ങളങ്ങ് മേലിൽ പോയി. ഞങ്ങൾ ആനയും കരടിയും പുലിയും പട്ടികളെ ഒന്നിനെയും വളർത്താൻ പറ്റൂല. അത് മൊത്തത്തിനെയും പറിക്കൊണ്ട് പോവുക. എന്നിട്ട് നമ്മൾ എന്താ പട്ടി ഒന്ന് ഉരയ്ക്കുമ്പോൾ നമുക്ക് എനിക്ക് അറിയാം എന്ന് പറഞ്ഞാണ് നമ്മൾ കിടക്കുന്നത്. ഈ സാധനങ്ങൾ മൊത്തവും ആന എടുത്തു കളഞ്ഞതാണ്. വീണ്ടും നമ്മൾ കൊണ്ട് നടും. ആന ശല്യം, കരടി ശല്യം, പുലി ശല്യം, നമുക്ക് ജീവിക്കാൻ മാർഗമില്ല. വനം കൊണ്ട് ജീവിക്കാൻ എടുത്ത് നാടിയായിട്ട് മേടിക്കാൻ നോക്കൂല. പെൻഷൻ പോലും നമുക്ക് കിട്ടില്ല. ഈ കണ്ണും കാണാൻ വയ്യ വികലാംഗ സർട്ടിഫിക്കറ്റ് ഉള്ളവളാണ്. എനിക്ക് ഇന്ന് 4 മാസമായി എനിക്ക് പെൻഷൻ കിട്ടിയിട്ട്. പെൻഷത്തിന് പോകണമെങ്കിൽ 600 രൂപ വേണം. ഇവിടുന്ന് വണ്ടി വിളിച്ച് പോകണം, വണ്ടി വിളിച്ച് ഇവിടെ വരണം. എൻ്റെ ഭർത്താവിൻ്റെ കാലും കൈ സ്വാതന്ത്ര്യം ഉള്ളവനല്ല. അത്ര ഞങ്ങൾ നരയിച്ച് ഞങ്ങൾ പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞ് നമ്മളെ കാട്ടി പേരുള്ള ഞങ്ങൾക്ക് തന്നൂടെ. ഇത്രയും ഞങ്ങളെ കിടന്ന് ദുഃഖപ്പെടുത്തുന്ന എന്തിന്? ഒരിക്കലും അവർക്ക് എന്ത് നല്ല മാളിയം വെച്ച് അവർ പുറത്ത് കിടക്കുന്നില്ലേ? അവർ ഒരിക്കലും അവർക്ക് ഗുണം പിടിക്കല്. ഞങ്ങളെ കണ്ണീര് വീടും തോറും അറിയാമോ? ഞങ്ങൾ അത്ര ദുഃഖപ്പെട്ടാണ്. 10 രൂപ ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോയി മേടിക്കാൻ പറ്റുമോ? നമ്മൾ റോട്ടിലൊരു പുറമ്പോക്കിൽ ചെന്ന് കിടന്നെങ്കിലും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയാൽ വണ്ടിക്ക് കൊടുക്കണ്ടല്ലോ. മക്കളെ അത് കൊടുത്ത് അരി വാങ്ങിച്ച് നമുക്ക് കുടിച്ചൂടെ? ഇത്രയും ഞങ്ങളെ ഇട്ട് നരയിപ്പിക്കുന്ന എന്തിനാണ് അവര്? സ്ഥിരതാമസക്കാരായ വിവാഹം കഴിച്ചതുമല്ലാത്തതുമായ പ്രായപൂർത്തിയായ മകനോ മകളോ കുടുംബങ്ങളായി കണക്കാക്കിയാണ് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നത്. ഇത് അട്ടിമറിച്ച് ഭൂമി കൈക്കലാക്കാൻ വനമുന്നതർ നീക്കം നടത്തുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. സ്ഥിരതാമസവും അർഹതയുമില്ലാത്ത പലർക്കും വനം വകുപ്പ് വഴിവിട്ട ആനുകൂല്യം ലഭ്യമാക്കിയപ്പോൾ പട്ടികജാതിക്കാരായ കുടുംബങ്ങളെ തഴയുകയായിരുന്നെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. കരടിയും കാട്ടുപന്നിയും കാട്ടാനയും പുലിയും ചെന്നായ്ക്കൂട്ടവും വിഹരിക്കുന്ന വനപാതയിലൂടെ വഴി നടക്കാനാവാത്തതാണ് അവസ്ഥ. വന്യമൃഗങ്ങളുടെ ശല്യത്താൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്താനും ആകുന്നില്ല. കാട്ടാനകളെ ഭയന്ന് കുട്ടികളെ സ്കൂളിൽ അയക്കാനും കഴിയുന്നതുമില്ല. കുടിലുകളെല്ലാം ആനക്കൂട്ടം തകർത്തു തുടങ്ങി. കാട്ടാനയുടെ ആക്രമണത്തിൽ നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞു. കുടിൽ കാട്ടാന തകർത്തതോടെ പലരും വീട് വിട്ട് കാടിറങ്ങിക്കഴിഞ്ഞു. ഇത്രയേറെ ദുരിതത്താൽ കഴിയുന്ന കുടുംബങ്ങളുടെ അവസ്ഥ വനപാലകർക്ക് അറിഞ്ഞ മട്ടയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനും പരാതി നൽകി. ഇതിലും നടപടി ഉണ്ടായിട്ടില്ല.
ഇതോടെ സമരത്തിനൊരുങ്ങിയിരിക്കുകയാണ് പ്രദേശവാസികൾ. നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.